Now students, we can continue with the last problem of expanding mod x as a cosine series since it is an even function defined over the symmetric interval minus pi to pi. അപ്പോൾ f of x നമ്മൾ a ന് കിട്ടിയ വാല്യൂ ഡയറക്റ്റ് എക്സ്പ്രഷൻ എഴുതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. when we find an when n is odd and even, n even ആണെങ്കിലാണ് ഇവിടെ -1 raised to n അത് +1 ആവും, ഇത് -1 ആണ്, അത് 0 ആവും. n even ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ 2/πn² into -1 whole raised to n -1, ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ n ഈവൻ ആകുമ്പോൾ 0, this is equal to 0, അതാണ് എഴുതിയിരിക്കുന്നത്, equal to 0 when n is even. n ഓഡ് ആകുമ്പോൾ -1 -1 -2 എന്ന് വരും. അപ്പോൾ ഇവിടെ 2/πn² ഉണ്ട്, -4/πn² n ഓഡ് ആകുമ്പോൾ വരും. അപ്പോൾ ഈ വാല്യൂസ് n equal to 1 2 3 കൊടുത്തിട്ട് നമുക്ക് എഴുതാം. π/2 പ്ലസ് n equal to 1 കൊടുക്കുമ്പം n ഓഡാണ്, വാല്യൂ ഉണ്ട്, -4/π into 1² into cos x. അപ്പോൾ n 2 ആകുമ്പോൾ ഈവൻ ആണ്, 0. അടുത്ത n 3 ആകുമ്പോൾ -4/π into 3² 4/9π cos 3x. അടുത്ത -4/π² 25π into cos 5x മൈനസ് എക്സെട്ര. ഇവിടെ 4/π -4/π കോമൺ ആണ്, 5/2 -4/π into cos x ഡിവൈഡഡ് ബൈ 1² അതിൻ്റെ ഒരു പാറ്റേൺ അതാണ്, പ്ലസ് cos 3x ഡിവൈഡ് ബൈ 9 എഴുതുന്നേക്കാളും 3² cos 5x by 5². അപ്പോൾ അടുത്തത് cos 7x by 7² ആണ്, ഈവൻ ഇല്ല, സ്ക്വയേഴ്സ് ആണ് താഴെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അതിനെ എഴുതാം. ആൻഡ് വി ഹാവ് ടു റെഡ്യൂസ് ദിസ് റിസൾട്ട്, ഈ റിസൾട്ട് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുട്ട് x equal to 0 in the expression of the Fourier series. കിട്ടിയ എക്സ്പ്രഷനിൽ x equal to 0 എന്ന് കൊടുക്കുക. അപ്പോൾ f of 0 equal to π/2 minus 4/π into cos 0 1 by 1² plus cos 3 into 0 അതും 1 1/3² plus cos 5 into 0 അതും 1 1/5² plus എക്സെട്ര. ഇങ്ങനെ നമുക്ക് കിട്ടും. f of 0 എന്ന് പറയുന്നത് എന്താ? f of 0, fx equal to mod x. So f of x equal to mod x. That implies f of 0 mod 0 ആണ്, അത് 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? π/2 minus 4/π into 1 plus 1/3² plus 1/5² plus etc. equal to 0 എന്ന് നമുക്ക് കിട്ടും. or π/2 equal to 4/π into 1 plus 1/3² plus 1/5² plus etc. എന്ന് കിട്ടും. or ഈ 4/π ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ π² divided by 8 equal to 1 plus 1/3² plus 1/5² plus etc. This is the result what is needed. 1 plus 1/3² plus 1/5² plus etc. equal to π² by 8. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം റെഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്തത് നമുക്കൊരു ഓഡ് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യാം. ഓഡ് ഫംഗ്ഷൻ്റെ ആകുമ്പോൾ അതൊരു സൈൻ സീരീസ് മാത്രമായിരിക്കും നമുക്കറിയാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓഡ് ഫംഗ്ഷനാണ് എന്നുള്ള പ്രോപ്പർട്ടി മനസ്സിലാക്കാതെ നമ്മൾ നേരത്തെ പലതും ഈവൻ ആണെന്നൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഇൻ്റർവൽ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, സിമെട്രിക് ഇൻ്റർവലാണ്. അപ്പോൾ ഫംഗ്ഷനെ നോക്കണം, ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ നോക്കണം. ഹിയർ f of x equal to x, ദെൻ f of -x എന്ന് പറയുന്നത് -x, ആർഗ്യുമെൻ്റ് എന്താണോ അതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ f of -x എന്ന് പറയുന്നത് മൈനസ് ഓഫ് f of x ആണ്. f of x ന് നെഗറ്റീവ് കൊടുത്താൽ -x കിട്ടും. സോ implies the function is odd. f odd ആണെന്ന് നമുക്ക് മനസ്സിലായി. f odd ആയതുകൊണ്ട് Fourier series is a sine series. അതിൻ്റെ അകത്ത് കൊസൈൻ ഇല്ല, സൈൻ സീരീസ് ആണ്. ആൻഡ് ദ എക്സ്പാൻഷൻ ഈസ് f of x equal to, അപ്പോൾ ഇനി ഇത്ര എഴുതാനുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനി ബാക്കി കണ്ടുപിടിച്ച് സമയം കളയണ്ട. സിഗ്മ n equal to 1 to infinity
bn sin n by divided by L into x. Then what is L? Minus pi to pi. P equal to 2 pi. അതുകൊണ്ട് L equal to pi ആണ്. ഇവിടെയൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം. And we have to find bn. അപ്പോൾ ഇവിടെ bn പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? bn equal to ആർബിട്രറി പീരീഡിൽ പോലെ അല്ല ഇവിടെ എഴുതേണ്ടത്. 2 by L into 2 times 1 by L into. അപ്പോൾ ഇൻ്റഗ്രൽ 0 to L എന്ന് നമുക്ക് എഴുതണം. 0 to L into f of x. bn ആകുമ്പം sin n by divided by L into x. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഇത് ചെയ്യുന്ന കാര്യവും ഇത് 0 മൈനസ് L to L ആകുമ്പോൾ 2 by L ഇല്ല, 1 by L ഉള്ളൂ. ദാറ്റ് ഇസ് 2 by L equal to pi ഇൻ്റഗ്രൽ 0 to pi f of x x ആണ്. sin n by divided by L equal to y ആയതുകൊണ്ട് sin nx dx integration ഉണ്ട്. sin nx dx. Then that is 2 by pi into integral 0 to pi x sin nx. അത് നമുക്ക് integration by parts അപ്ലൈ ചെയ്യാം. ഇത് തന്നെ ഒന്ന് ചെയ്തതാണ്. x into sin nx ഉള്ളത് മൈനസ് cos nx divided by n integral minus integral of 0 to pi derivative of first into integral of the second minus cos nx divided by n ആണ് integral of the second into dx. ലിമിറ്റ്സ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഈക്വൽ ടു 2 by pi into ഇത് മൈനസ് പ്രോഡക്റ്റ് ആണ്, എക്സ് കോസ് എൻ എക്സ് സബ്ട്രാക്ട് ചെയ്തേക്കരുത്, ഡിവൈഡഡ് ബൈ എൻ മൈനസ് പ്ലസ് ആയി 1 by n ഉണ്ട്. ഇനി കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രലാകുമ്പോൾ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ വരും. അത് ഞാനിവിടെ കൊടുക്കുകയാണ്. ദെൻ വി അപ്ലൈ ദ ലിമിറ്റ്സ് ഫ്രം 0 to pi. ഇപ്പോൾ എളുപ്പമുണ്ട്. 0 to pi മൈനസ് പൈ ഉപയോഗിക്കേണ്ട, ലിമിറ്റ്സ് ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. 2 by pi ഇൻറ്റു സൈൻ എൻ ബൈ 0 സൈൻ 0 0. അപ്പോൾ ഈ ടേമിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് 0 എന്നാണ്. പിന്നെ ഇവിടെ നമ്മൾ എഴുതിയാൽ മതി. മൈനസ് 1 by n ഇൻറ്റു എക്സ് ഈക്വൽ ടു പൈ കൊടുക്കുമ്പം പൈ ഇൻറ്റു കോസ് എൻ ബൈ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പം 0 ഇൻറ്റു, അപ്പോൾ അത് 0 ആയി. അപ്പോൾ മൈനസ് 1 by n പൈ ഇൻറ്റു കോസ് എൻ ബൈ എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേ ഉള്ളൂ ആകെ. അടുത്തത് 0 ആണ്. മൈനസ് 1 by n ഇവിടെ മൈനസ് 0 ആണ് വരിക. ഇതിലെ മുഴുവൻ 0 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2 by n പൈ ഇൻറ്റു ഈ പൈയും പോയി മൈനസ് 2 by n ഇൻറ്റു മൈനസ് 2 by n ബൈ ഇവിടെ ഒരു പൈ ഉണ്ട്, അതും കൂടി എഴുതിയാൽ പെട്ടെന്നായിട്ട് കാണിക്കാം. കോസ് എൻ ബൈ എന്ന് പറയുന്നത് തന്നെ മൈനസ് 1 ഹോൾ റൈസ് ടു n ആണ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 by n ഇൻറ്റു മൈനസ് 1 ഹോൾ റൈസ് ടു n. മൈനസ് 2 by n ഇൻറ്റു മൈനസ് 1 ഹോൾ റൈസ് ടു n. ആൻഡ് സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇനി സമ്മേഷൻ എഴുതാൻ എളുപ്പം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ എന്ന് പറയുന്നത് മൈനസ് 2 by n ഇൻറ്റു മൈനസ് 1 ഹോൾ റൈസ് ടു n ഇൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ്. ഇതാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഇനി ഇതിൽ n ഈക്വൽ ടു 1 2 3 വാല്യൂസ് കൊടുത്താൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആൻസർ സിമിലറായി. n ഈക്വൽ ടു 1 2 3 കൊടുക്കുക. അപ്പോൾ അവസാനം ഫൈനൽ ആൻസർ വരുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷേ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ഒന്നും തെറ്റിക്കരുത്. നിങ്ങൾ ഇതിനെ ഓഡാണ് എന്ന് പരിഗണിക്കുന്നുണ്ടെങ്കിൽ എ നോട്ടും എന്നും 0 ആയിരിക്കും. ബി എൻ എഴുതുമ്പോൾ 2 by L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ഹിയർ അത് ഉപയോഗിക്കുക. അത് ഈവനോട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇവിടെ 1 by L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 1 by L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ആണ് എന്നുള്ളത് ഓർക്കുക. ഈവനോടിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എ നോട്ടും എ എനും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടേ അതങ്ങനെ ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും സമയം പോകും. അതേസമയം ഓടാണെന്ന് അറിഞ്ഞാൽ എ നോട്ടും എ എനും കണ്ടുപിടിക്കാതെ ബി എൻ മാത്രം എഴുതി പെട്ടെന്ന് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഒരു ഓഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ ഇതുപോലെ പ്രോബ്ലംസ് സിമെട്രിക് ഇൻ്റർവെല്ലിൽ മൈനസ് പൈ ടു പൈ മൈനസ് 10 to 10 അങ്ങനെ എന്തെങ്കിലും സിമെട്രിക് ഇൻ്റർവെൽസിലാണെങ്കിൽ ഫംഗ്ഷൻസ് ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രിക് ഇൻ്റർവെൽസിലെ ഈ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഫോറിയർ സീരീസിൽ നമുക്കൊരു സെക്ഷനും കൂടെ ഉള്ളൂ. ഫോറിയർ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ആണ്.
അവിടെ നമുക്ക് ഉള്ളത്. അതുകൂടെ ഫൊറിയർ സീരീസ് തീർന്നു. പക്ഷേ ഈ മൊഡ്യൂളിൽ ഇനിയും വേറെ ചെറിയ ചെറിയ ചില ടോപ്പിക്കുകളുണ്ട്. പവർ സീരീസ് സൊല്യൂഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, അങ്ങനെയൊക്കെയുള്ള ലെജൻഡർ പോളിനോമിയൽസ്, അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. പെട്ടെന്ന് ഈ മൊഡ്യൂൾ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് അവധി ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ അവധിക്ക് വേറെ കാര്യങ്ങളോ അറിയോ ഒന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ, അടുത്ത ക്ലാസ്സിന് മുമ്പേ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ്റെ വീഡിയോയാണ് ഇടുക. അതിന് മുമ്പ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.